നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചോരക്കുഞ്ഞിന്റെ കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് പനമ്പള്ളി നഗറിലെ വിദ്യാനഗർ ലിങ്ക് റോഡ് നിവാസികൾ. ചോരമണം മാറാത്ത കുഞ്ഞിനെ കൊലപ്പെടുത്തി റോഡിലേക്ക് വലിച്ചെറിഞ്ഞതിന്റെ അമർഷത്തിലും വേദനയിലുമാണ് അവർ. ജനിച്ച് 3 മണിക്കൂറിനുള്ളിൽ കുട്ടിയെ കൊന്ന് മാലിന്യത്തിലേക്ക് വലിച്ചെറിഞ്ഞ ക്രൂരതയെ ന്യായീകരിക്കാനാവില്ലെന്ന് സ്ഥലത്ത് തടിച്ചുകൂടിയവർ പറയുന്നു. 8:20ഓടെയാണ് ആൺകുട്ടിയുടെ മൃതദേഹം റോഡിൽ നിന്ന് കിട്ടിയത്. പൊക്കിൽ കൊടി പോലും മുറിച്ചു മാറ്റാത്ത ചോരയൊലിക്കുന്ന കുഞ്ഞിന്റെ മൃതദേഹം കണ്ടതിന്റെ അമ്പരപ്പിലാണ് ഫ്ളാറ്റിലെ മറ്റു സ്ത്രീകളും. ഒരമ്മയ്ക്കും തോന്നാത്ത ക്രൂരത എങ്ങനെ തോന്നിയെന്നാണ് പലരുടെയും ചോദ്യം. കുട്ടിയുടെ അമ്മയെ പലരും കുറെ നാളുകളായി കണ്ടിരുന്നില്ല. ഫ്ളാറ്റ് ആയതിനാൽ പരസ്പരം കാര്യമായ സഹകരണവും ഉണ്ടായിരുന്നില്ല. ചിലർ കഴിഞ്ഞ ആഴ്ച യുവതിയെ കണ്ടെങ്കിലും ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല. കുട്ടിയെ വേണ്ടായിരുന്നെങ്കിൽ കൊല്ലാതെ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പേര് വെളിപ്പെടുത്താൻ മടിച്ച സ്ത്രീകളുടെ ചോദ്യം. നാണക്കേടായിരുന്നു കാരണമെങ്കിൽ അമ്മ തൊട്ടിലിൽ ഉപേക്ഷിക്കാമായിരുന്നല്ലോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം. അമ്മ തൊട്ടിലായിരുന്നെങ്കിൽ കുട്ടിയെ ജീവനോടെയെങ്കിലും കിട്ടുമായിരുന്നു. എത്ര പേരുടെ ആഗ്രഹമാണ് ഒരു കുഞ്ഞ്. അവൾ കൊന്നതാണെങ്കിൽ തക്ക ശിക്ഷ നൽകണം. ചാവിള്ളയാണെങ്കിൽ മൃതദേഹം ഇത്തരത്തിൽ ഉപേക്ഷിച്ചതിനുള്ള ശിക്ഷയെ നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുഞ്ഞിന്റെ മൃതദേഹം വീണ സ്ഥലത്ത് ചോരപ്പാടുകൾ പതിഞ്ഞു കിടക്കുന്ന കാഴ്ച കണ്ടവരുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അതേസമയം പ്രതിയായ അമ്മയായ യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജനിച്ചയുടനെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന യുവതി കുറ്റസമ്മതം നടത്തി. ഗർഭം അലസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. കുഞ്ഞ് ജനിച്ചാൽ എങ്ങനെ ഒഴിവാക്കണമെന്ന് ഇന്റർനെറ്റിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചുവെന്നും മൊഴി നൽകി. കുഞ്ഞ് ജനിച്ചപ്പോഴുണ്ടായ പരിഭ്രമത്തിലാണ് കൊലപാതകം നടത്തിയെന്നും യുവതി പോലീസിനോട് പറഞ്ഞു. പീഡനത്തിന് ഇരയായെന്ന യുവതിയുടെ കഴിഞ്ഞ ദിവസത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവർ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട നർത്തകനായ യുവാവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. യുവതിയുമായി സൗഹൃദം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നടന്ന സംഭവങ്ങളിൽ തനിക്ക് പങ്കില്ലെന്നാണ് യുവാവിന്റെ മൊഴി. യുവതി പ്രാഥമികമായി നൽകിയ വിവരങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കേണ്ടതിനാൽ യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലേക്ക് പോലീസ് കടന്നിട്ടില്ല. കൊലപാതകത്തെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ യുവതി പോലീസിനോട് തുറന്നു പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ 5 മണിയോടെയാണ് പ്രസവം നടന്നത്. പരിഭ്രാന്തിയായതിനെ തുടർന്ന് കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താനാണ് ശ്രമിച്ചത്. ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാനായി വായിൽ തുണി തിരുകി. കയ്യിൽ കിട്ടിയ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് കുട്ടിയെ പുറത്തേക്ക് എറിയുകയായിരുന്നു. ഇതെല്ലാം ആ സമയത്തെ പരിഭ്രാന്തിയിൽ സംഭവിച്ചതാണെന്നാണ് മൊഴി. കൊലപാതകത്തിൽ വീട്ടുകാർക്ക് പങ്കില്ലെന്നും താൻ ഗർഭിണിയായിരുന്നുവെന്നും അവർക്ക് അറിയില്ലെന്നും യുവതി പോലീസിനോട് പറഞ്ഞിരുന്നു. വീട്ടുകാരും സമാന മൊഴിയാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ പോലീസിന് ചില സംശയങ്ങളുണ്ട്. യുവതിയുടെ കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അറസ്റ്റ് രേഖപ്പെടുത്തിയ യുവതി നിലവിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്.